നമസ്കാരം. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണോ? നിങ്ങൾ റീസെൻ്റ്ലി ജോലി കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോഴേ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിംഗ് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവി നിങ്ങളുടെ ഭദ്രമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ എങ്ങനെ ബഡ്ജറ്റിംഗ് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ട്രാക്ക് ചെയ്യുക. നമ്മുടെ സ്പെൻഡിങ്ങിനെ കുറിച്ച്, നമ്മുടെ എക്സ്പെൻസിനെ കുറിച്ചൊന്ന് ട്രാക്ക് ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്നും നമ്മളുടെ അത്ര അത്യാവശ്യമില്ലാത്ത മറ്റ് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ തരംതിരിക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു നല്ല ഗോൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നേടണം എന്നുള്ള, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എമൗണ്ട് കരുതണം എന്നുള്ള ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതിന് തന്നെ ലോങ് ടൈമിലേക്ക് വേണ്ട ഗോളും നമ്മൾ സെറ്റ് ചെയ്യണം. ഒപ്പം എമർജൻസി ഫണ്ട് എന്ന നിലയിലുള്ള ഷോർട്ട് ടൈം ഗോളുകളും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു എമർജൻസി ഫണ്ട് നമ്മൾ എപ്പോഴും സ്വരൂപിച്ച് കയ്യിൽ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എപ്പോഴാണ് ഒരു മെഡിക്കൽ എമർജൻസിയോ മറ്റെന്തെങ്കിലും എമർജൻസിയോ വരുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. പിന്നീട് നമ്മുടെ എക്സ്പെൻസിന് നമ്മൾ കഴിയുന്നത്ര അനാവശ്യമായ ചിലവുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ആവശ്യമുള്ള ചിലവുകൾ മാത്രമായിട്ട് നമ്മൾ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബഡ്ജറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്.